ഹായ് ഓൾ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇടുപ്പിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ ബാലൻസിനും ഒരേപോലെ ഗുണകരമായ ഹിപ്പ് എയർപ്ലെയിൻ എന്ന വ്യായാമമാണ്. പെരുകൊഴുക്കുമ്പോൾ കുറച്ച് വ്യത്യാസമായി തോന്നാമെങ്കിലും മുട്ടുവേദന, നടുവേദന എന്നിവ തടയാനും ഇടുപ്പിലെ പേശികൾക്ക് കരുത്ത് നൽകാനും നല്ല ഫലപ്രദമായ ഒരു വ്യായാമമാണിത്. ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, അസിസ്റ്റഡ് സെറ്റപ്പ്. ഒരു ചുമരിന് അഭിമുഖമായോ വശത്തോ ചേർന്ന് നിൽക്കുക. രണ്ട് കൈകളും അല്ലെങ്കിൽ ഒരു കൈ ചുമരിൽ പതുക്കെ മുട്ടിച്ചു വെക്കുക. ഇത് നമ്മൾ വീഴില്ല എന്നൊരു ആത്മവിശ്വാസം നമ്മൾക്ക് നൽകും. ഇനി വലത് കാലിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കുനിയുക. ഇടത് കാല് പുറകോട്ട് ഉയർത്തുക. ന്യൂട്രൽ പൊസിഷൻ. ഇപ്പോൾ നമ്മുടെ പൊക്കിൾ അല്ലെങ്കിൽ ബെല്ലി ബട്ടൺ തറയ്ക്ക് നേരെയാണ് വരുന്നത്. നട്ടെല്ല് വളയാതെ നേരെ വെക്കാൻ ചുമരിലെ സപ്പോർട്ട് നമ്മളെ സഹായിക്കും. അടുത്ത പൊസിഷൻ ഇൻറ്റേർണൽ റൊട്ടേഷനാണ്. ഈ വലതുകാല് നിലത്ത് ഉറപ്പിച്ച് നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ ഒരു ഗൈഡായിട്ട് എങ്ങോട്ട് ടേൺ ചെയ്യണം, എങ്ങനെ കറക്റ്റായിട്ട് ടേൺ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബെല്ലി ബട്ടൺ അല്ലെങ്കിൽ പൊക്കിളിൻ്റെ ദിശയാണ് നോക്കുന്നത്. ഇപ്പോൾ തറയ്ക്ക് അഭിമുഖമായിട്ടിരിക്കുന്ന ഈ ബെല്ലി ബട്ടൺ അവിടെ നിന്ന് പതുക്കെ വലത്തെ കാൽമുട്ടിന് നേരെയാണ് നമ്മൾ തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, പിക്ചറിലേക്ക് നോക്കുക, നമ്മുടെ കൈകളൊക്കെ ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. നമ്മുടെ ബെല്ലി ബട്ടൺ കൊണ്ട് വലതുകാലിൻ്റെ ഉൾഭാഗത്തെ, അതായത് മുട്ടിൻ്റെ ഭാഗത്തെ നമ്മൾ തൊടാൻ ശ്രമിക്കുന്നത് പോലെ ഇടുപ്പ് പതുക്കെ ഉള്ളിലേക്ക് തിരിക്കുകയാണ്. ഇപ്പോൾ വലതുവശത്തെ ഇടുപ്പിൻ്റെ അവിടെ ഒരു ടൈറ്റ്നെസ് അനുഭവപ്പെടും. അടുത്തതായി താഴ്ത്തി ഇടുപ്പ് പതുക്കെ വശത്തേക്ക് ഉയർത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ ബെല്ലി ബട്ടൺ തറയിൽ നിന്ന് മാറ്റി ഇടതുവശത്തെ ഭിത്തിക്ക് അഭിമുഖമായി തിരിക്കുകയാണ്. ഒരു വിമാനം ചിറകുയർത്തുന്നത് പോലെ ഇടുപ്പ് നന്നായി തുറക്കുക. അടുത്ത ഘട്ടത്തിൽ ഉയർത്തിയ ഇടുപ്പ് താഴ്ത്തി ഈ ബെല്ലി ബട്ടൺ വീണ്ടും തറയ്ക്ക് അഭിമുഖമായി ന്യൂട്രൽ പൊസിഷനിലേക്ക് വരിക. ഈ വ്യായാമം ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പാദം തറയിൽ ഒരു ട്രൈപോഡ് പോലെ ഉറച്ചിരിക്കണം. അതായത് വിരലുകൾ തറയിൽ അമർത്തി പിടിക്കാതെ ഈ മൂന്ന് ഭാഗങ്ങൾ, അതായത് പെരുവിരലിൻ്റെ ചുവട്, ചെറുവിരലിൻ്റെ ചുവട്, ഹീല്, ഈ മൂന്ന് ഭാഗങ്ങൾ നല്ലതുപോലെ ഉറപ്പിച്ച് വെക്കേണ്ടതാണ്.